ഇപ്പോൾ ക്ലബ് സോഡ, മറ്റേ സോഡ എടുത്ത് അടിക്കരുത്. ക്ലബ് സോഡ കഴിച്ചിട്ട് നിങ്ങൾക്ക് റിലീഫ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സാധനമാണ് നിങ്ങളുടെ പ്രശ്നം. ഈ ബാഡ് ആയിട്ടുള്ള ബാക്ടീരിയ. ഈ ക്ലബ് സോഡയിലൊക്കെയുള്ള കാർബോണിക് ആസിഡ് ഉണ്ട്, ഈ ഡയറ്ററി കോക്കിലുള്ള കാർബോണിക് ആസിഡ് ഉണ്ട്. ഈ ഡയറ്ററി കോക്കിലൊക്കെയുള്ള കാർബോണിക് ആസിഡ് ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ നിൽക്കാൻ പറ്റില്ല. ഇവർ ഓക്സിജനെ റെസിസ്റ്റ് ചെയ്യും. ഓക്സിജൻ എത്ര വന്നാലും ഇവർ സർവൈവ് ചെയ്ത് പോകും. അങ്ങനെയുള്ള ബാക്ടീരിയാസ് ഉണ്ട്. പത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയസിനാണ് ഞാനീ പറയുന്നത്. എന്ന് പറഞ്ഞ് നാളെ തൊട്ട് ക്ലബ് സോഡ പൊട്ടിച്ചടിക്കൂ. ഡയറ്ററി കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രമുഖനായ ഒരു ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഡയറ്റ് കോക്ക് കുടിക്കാൻ പറയുന്നത്. അത് എന്റെ പുള്ളി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡയറ്ററി കോക്കില് ഈ ഒരു ആക്ഷൻ ഉണ്ട്. കാരണം ഡയറ്ററി കോക്കിനകത്തുള്ള കാർബോണിക് ആസിഡ് അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് ബാഡ് ബാക്ടീരിയ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവർ കാർബൺ ഡൈ ഓക്സൈഡിൽ പെട്ടെന്ന് നശിച്ചു. അപ്പൊ നല്ലതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഡയറ്ററി കോക്കോ അല്ലെങ്കിൽ ക്ലബ് സോഡ എന്ന് പറയാൻ കാരണം കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള സോഡയായിട്ട് പറഞ്ഞത്. അപ്പൊ ഇവർ ഇന്ന് പറഞ്ഞ് നാളെ തൊട്ട് ഇത് കഴിച്ച് ഞാൻ ബാക്ടീരിയ കൊന്നു കളയുന്ന രാവിലെ എടുത്ത് കോക്ക് കഴിക്കാനല്ല പറയുന്നത്. ബേസിക്കലി ഇത് കഴിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭയങ്കരമായിട്ട് വരുന്ന ബ്ലോട്ടിങ്സും ബെൽച്ചിങ്സും ആണെങ്കിൽ ഈ ക്ലബ് സോഡയോ അല്ലെങ്കിൽ ഡയറ്ററി കോക്കോ ഉപയോഗിക്കുമ്പോൾ ഇത് ശമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഗട്ടിൽ ബാക്ടീരിയാസ് ബാഡായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഓക്സിജനിൽ സർവൈവ് ചെയ്യുന്ന ബാഡ് ബാക്ടീരിയാസ് ഉണ്ടെന്നാണ്.